എന്താ എന്താ ഇവിടെ ശബ്ദം? പ്ലേറ്റ് കഴുകാൻ പറഞ്ഞിട്ടേ വേലക്കാരിക്ക് വയ്യാന്ന്. അതുകൊണ്ടത് മുഴുവൻ ഉടച്ചോ? ഞാനതെല്ലാം കൂടി കഴുകുന്ന പെട്ടിക്കകത്തിട്ടു. അയ്യോ, വാഷിംഗ് മെഷീനകത്തോ? അയ്യോ അയ്യോ, എന്താ എല്ലാം കഴുകുന്ന യന്ത്രമല്ലേ ഇത്? എന്റെ ദൈവമേ. അയ്യോ, ഇനി ഒരു കാര്യം ചെയ്യ്. ഇതിന്റെ പുറകിലൊരു കുഴലുണ്ട്. അതുവഴി ഈ കുഴമ്പ് രൂപത്തിലൊരു സാധനം ഊറി വരും. അത് കുണ്ടറ കളിമൺ ഫാക്ടറിക്ക് അയച്ചുകൂട്. അവര് പ്ലേറ്റ് ആക്കി തിരിച്ചയച്ചു തരും. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. വേണ്ട, തൊലഞ്ഞു. കൃഷ്ണൻകുട്ടി ചേട്ടാ. എന്താ സിസ്റ്ററെ? അമ്മയ്ക്ക് സുഖമില്ല, ഒന്നും മിണ്ടുന്നില്ല, കണ്ണു തള്ളിയിരിക്കുന്നു. മുഴുവൻ ഇങ്ങ് വെളി വന്ന ചേട്ടൻ വന്നൊന്ന് നോക്ക്. കയ്യെന്ന് വിട്. അയ്യോ, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ? തട്ടിപ്പോയെങ്കിൽ പെണ്ണിന്റെ അഹങ്കാരം കുറെ കുറഞ്ഞാന്. അതെങ്ങനെ ഇതുപോലുള്ള സാധനങ്ങൾ കുറെ കാലം കിടക്കില്ല ഉണക്ക കിസ്മിസ് പോലെ. അമ്മായി, എന്തു പറ്റി അമ്മേ? അവക്ക് നല്ല സുഖമില്ല. താൻ പോയി വേഗം ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വാ. പ്രഷർ ആണെന്നാ തോന്നുന്നേ. എങ്ങനെ വരാതിരിക്കും? ചിക്കൻ 65, ചിക്കൻ ചില്ലി, ചിക്കൻ ജിഞ്ചർ, ചിക്കൻ ടിക്ക, ചിക്കൻ കബാബ്, ഇതൊന്നും പോരാഞ്ഞിട്ട് ചിക്കൻ പുലാവും മട്ടൻ വിളയിച്ചതും, ചക്കപ്പുഴുക്കും പഴങ്ങഞ്ഞി ഉണക്കമീൻ തലേം തിന്ന് കിടന്ന പാർട്ടീസ്, ഇതെല്ലാം വലിച്ചു കയറ്റിയ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ വന്ന ശേഷം ഒരൊറ്റ കോഴി പോലും പരിസ്ഥിതി ജീവനോട് അറിയാവോ? തനിക്കൊരു ഡോക്ടറെ വിളിച്ചോണ്ടാൻ പറ്റുമോ? എന്താ? തനിക്കൊരു ഡോക്ടറെ വിളിച്ചോണ്ടാൻ മനസ്സുണ്ടോന്ന്? എനിക്ക് മനസ്സില്ല. മനസ്സില്ല മനസ്സില്ല മനസ്സില്ല. നമസ്കാരം. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എന്നെ പിച്ചക്കാരനാക്കല്ലേ പിള്ളേണ്ണ. അയ്യോ, കുട്ടികളെ നോക്കാൻ വേണ്ടി അന്ന് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ? ഓ, പിള്ളേച്ചേട്ടന്റെ വകയല്ല അനിയൻ. എന്താ പേര്? കൃഷ്ണൻകുട്ടി. സ്വദേശം? തൃപ്പൂണിത്തുറ. എന്തായിരുന്നു പണി? ഉദംപൂരിൽ മിലിറ്ററി മെയിൽ നഴ്സായിരുന്നു. കുടുംബ പ്രശ്നം കാരണം പണി വിട്ട് ഇങ്ങ് നാട്ടിലേക്ക് പോന്നു. പണ്ടത്തരമായി പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ആ, ശമ്പളമൊക്കെ പിള്ളേച്ചേട്ടൻ തീരുമാനിച്ചോളൂ. താമസം ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഓ, ഇവിടെ. ആ, പിന്നെ സ്വല്പം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെക്കണം. അത് മാത്രം എന്നോട് പറയരുത്. അതെന്താ? മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യരുണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ച് തേച്ചതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആ കാരണം പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് കളയരുത്. ആ, എന്തായാലും വൃത്തിയും മെനയായിട്ടൊക്കെ നടക്കണം. ആ, പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. താനൊന്ന് ശ്രമിച്ചു നോക്ക്. ആ കാര്യത്തെക്കുറിച്ച് സാറ് വിഷമിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം. പിള്ളേച്ചേട്ടാ, കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തി അകത്തേക്കല്ലേ. ഇത് വാങ്ങിക്കേ. ഓ, ഇത് സിനിമ ടാക്കീസ് ആണോ വീടാണോ? വീട് തന്നെ. കുട്ടികൾ മുകളില. എന്താ താഴെ സൗകര്യമില്ലേ? അവർക്ക് സൗകര്യമില്ല. മുലകുടി മാറാത്ത കുട്ടികളായിരിക്കും. 2 നിപ്പിൾസ് ഞാൻ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ഇതങ്ങനെ കുട്ടികളൊന്നുമല്ല, പ്രായപൂർത്തിയായവരാ. അഡൽസ് ഉള്ളിയോ? അവരെ നോക്കാൻ എന്തിനാ ആള്? പട്ടാണോ? വട്ടല്ല, വൈകല്യം, ഹാൻഡിക്രാഫ്റ്റ്. സാറിന്റെ ഒരു വിധി. മൂത്ത മകൻ ജന്മനാണ് ബ്ലിൻഡ്. ഇളയവന് 12 വയസ്സുള്ളപ്പോ ഒരു കാർ ആക്സിഡന്റിൽ ഭാര്യ മരിച്ചു. ഇളയവന്റെ കേൾവിയും പോയി. തലക്കടിയേറ്റ് ഞരമ്പേതോ മുറിഞ്ഞാണത്രേ. എത്ര കാശാ വാരിക്കോരി ചെലവാക്കിയതെന്നറിയാമോ? ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. എന്നിട്ടെന്താ? കാഴ്ചയും കേൾവിയും ഒരിക്കലും തിരിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. കഷ്ടം. സാറാണെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പുവർ ഫാദർ. എന്നാ അവറ്റകളോ കണ്ണു തെറ്റിയാൽ വെളിയിച്ചാടും. ബ്ലഡി ഫെലോസ്. പാവം സാർ. എന്താ ചെയ്യാ? നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. ഇനിയിപ്പൊ അവരെ നിയന്ത്രിക്കേണ്ടതും നേർവഴിക്ക് കൊണ്ടുപോകേണ്ടതും ഒക്കെ നീയാ. ഈ 2 കാര്യങ്ങളും ഞാൻ ഏറ്റു. നിയന്ത്രണവും നേർവഴിയും. ഒരാള്. നമസ്കാരം. ഉണ്ണി, ഞാനൊരു കൃഷ്ണൻകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ സഹായത്തിന്? ആ ആളാണിത്. ഇങ്ങനെ ചെവിക്കകത്ത് തളറിയിട്ടാണോ ഇയാൾ സഹായിക്കുന്നത്? ഓ, ഇയാളാണ്. ഏതാളാണ്? ഒന്നുമില്ല, ക്ഷമിക്കണം, തെറ്റിദ്ധരിച്ചതാണ് ഞാൻ. ഇതാണ് ബാലൻകുഞ്ഞ്. ചെവി ഒട്ടും കേട്ടൂടെ? പക്ഷേ പരിചയമുള്ളവരുടെ ചുണ്ടനക്കം കണ്ടാൽ ബാലൻകുഞ്ഞിന് ഒട്ടനെ മനസ്സിലാവും. ഓ, ചെണ്ടക്കാരനാണല്ലേ? ഒട്ടും കേട്ടൂടാ. 2 കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 1, മൊത്തത്തിലുള്ള നിയന്ത്രണം. 2, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് 2ഉം ഞാൻ ചെയ്യും. എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി.